ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 1997 ബന്ദ് നിരോധിച്ചപ്പോൾ സുപ്രീം കോടതി അത് ശരിവച്ചു. എന്നാൽ ബന്ദ് ഹർത്താൽ എന്ന പേരിൽ കേരളത്തിൽ ഇപ്പോഴും തുടരുന്നു. സർ, എന്താ ആ മൊബൈൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു സർ. പക്ഷേ ഇതൊന്നും ബാധകമല്ലാത്ത ചിലരുണ്ട്. എവിടുന്ന് വരുന്നു? ഞാനിപ്പോ എയർപോർട്ടിൽ നിന്ന് വരിക. ഇങ്ങോട്ട് വേണോ? കയറിക്കോ. മൊബൈൽ ഫോണും ലേഡീസും വീക്ക്നെസ് ആയിട്ടുള്ള ഈ ചെറുപ്പക്കാരനാണ് ജീവനും. എന്തു പറ്റി ചേട്ടാ? സംഗതി ഇടങ്ങേറായല്ലോ. സഹോദരൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ ഉള്ള അവസരം ലഭിച്ചത് ഈ ഹർത്താൽ ദിവസത്തിലാണ്. എന്താ പ്രശ്നം? വണ്ടി സ്ട്രക്കായി പോയി. ഞാനും നോക്കട്ടെ. ഇവനാരടാ? ഇവനാണ് ശിവൻ. ആഹാ, കണ്ടോ? ഇതൊക്കെ സൈലൻസറിൽ തിരികെ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുമോ? ആ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിർത്തിയപ്പോ ഹർത്താൽ പാർട്ടിക്കാർ തന്ന പണിയാ. ഓ, ഓക്കെ, എന്തായാലും താങ്ക്സ്. എന്താ വേണ്ട? എനിക്ക് കാശൊന്നും വേണ്ട. പിന്നെ ഗ്ലാസ് പൊട്ടിക്കാതിരുന്നാൽ ഭാഗ്യം. ഒരു വണ്ടി നിർത്തുന്നില്ല, വേറെ വഴിയില്ലാത്തോണ്ടാ. എന്റെ വണ്ടി എന്താ KSRTC? എല്ലാവർക്കും വന്ന് കയറാൻ? അല്ല, ഇനി ലിഫ്റ്റ് ഇല്ല. സർ പ്ലീസ്, സർ സർ. ആപ്പച്ചട്ടിയിൽ അരി വറുക്കല്ലേ? നീ കയറ് മോനെ ദിനേശ. താങ്ക് യു. ബ്ലേഡ് മാഫിയയുടെ ശല്യം കാരണം നാട് വിടേണ്ടി വന്ന് അൻവർ. ഇത് കണ്ടോ? കട്ടൻ ചായയിൽ സ്മോള് മിക്സ് ചെയ്തതാ. സ്പിരിറ്റ്.
Come on guys, all enjoy. തകർക്കടാ. അപ്പൊ ചേട്ടൻ പണ്ട് മുതലേ ലാലേട്ടന്റെ ആളാല്ലേ? ആണോന്നോ? 20-ാം നൂറ്റാണ്ട് 40 തവണ. ഓഹോ. രാജാവിന്റെ മകൻ 35 തവണ. ഓ. താളവട്ടം 30, ചിത്രം 25. എന്റെ രക്തത്തിൽ, ഞരമ്പുകളിൽ 13-ാം വയസ്സ് മുതൽ പടർന്നു കയറിയ ഉന്മാദം. അതാണ് എനിക്ക് ലാലേട്ടൻ. നിങ്ങളൊരു സംഭവമാണല്ലേ. കാവ്യ, തന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എന്താ? ഒന്ന് BP നോക്കാനാ. കുറച്ചു നാളായിട്ട് ഉറക്കമില്ല. അതെന്റെ ജോലിയല്ല. അതിന് അവിടെ നഴ്സുമാരുണ്ട്. അപ്പൊ നിങ്ങൾ ന്യൂറോ സർജനാ? അതെ, എനിക്ക് വേറെ ജോലിയുണ്ട്. നിങ്ങൾ പോണം. ഏയ് മാഷേ, BP കുട്ടി പോവല്ലേ? ഞാൻ ഇവിടെ തിരക്കിലായിരുന്നു, അതാ ഫോൺ എടുക്കാതിരുന്നത്. എന്താ കാര്യം? 4 ദിവസമായി കണ്ടിട്ട്. ഒരു ഉമ്മ തരുമോ? തനിക്കൊന്നും വേറെ പണിയില്ലേ?
ഡ്രസ്സ് ഞാൻ അയൺ ചെയ്തോളാം. ചേച്ചി ഒന്ന് പോയേ, നാളെ എക്സാം അല്ലേ. അതൊക്കെ അങ്ങ് നടക്കും. ഇത് ഞാൻ ചെയ്തില്ലെങ്കിലേ ആ നീ വല്ല മോശം ഡ്രസ്സും എടുത്തിടും. ഞാൻ ഇടത്തില്ല. ഇതെങ്ങനെയുണ്ട്? അതിന് ബർത്ത്ഡേ അടുത്ത ആഴ്ചയല്ലേ? അടുത്ത ആഴ്ച ഓഡിറ്റിംഗ് അല്ലേ ചേച്ചി? അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ? എന്താ മോളെ, ഞാനോട് കാണട്ടെ. എങ്ങനെയുണ്ട് അമ്മേ? സംഗതി സൂപ്പർ അല്ലേ? ഇവളെന്തിനാ വെറുതെ കാശ് കളയുന്നേ? ഓ, ഇയാളാര്? പിശുക്കിന്റെ ബ്രാൻഡ് അംബാസിഡറോ അല്ലേ അമ്മേ? ആ, അങ്ങനെ ചോദിക്ക്. അപ്പോ ഇത്തവണയും ഞങ്ങൾ ഒറ്റയ്ക്ക്. വിചാരിച്ചാലും വരാൻ പറ്റണ്ടേ? അത്രയ്ക്ക് ജോലിയുണ്ട്. ഇവിടെ എങ്ങാനും ട്രൈ ചെയ്യാൻ പറഞ്ഞാ നീ കേക്കത്തില്ലല്ലോ. കണ്ടില്ലേ അമ്മേ ഇവളുടെ ഒരു കോലം? നോക്കാം. ഞാൻ എത്ര നാളായിട്ട് പറയാ, ഇവള് കേക്കണ്ടേ? അവളുടെ ഒരു തിരക്ക്. സമയം കളയാതെ നീ ഇറങ്ങാൻ നോക്ക്. പൊടി. ഓ, നീ അവളെ ഇങ്ങനെ വഴക്ക് പറയാതെ. ഇഷ്ടം കൊണ്ടല്ലേ അമ്മേ. ഇത്തവണയെങ്കിലും PSC ഒന്ന് ബ്ലസ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രൈവറ്റ് ജോബിന്റെ ഹാങ് ഓവറിന്ന് ഒരു റിലീഫ് ആയേനെ. ഓ, തലച്ചോറുള്ള കൂട്ടത്തിലായതുകൊണ്ട് തനിക്ക് തവണ ഷുവർ. എന്റെ കാര്യം ടീം. ശരി, ബൈ. ചെണ്ടു പോലൊരു പെൺകൊടി, നീ എന്റെ ജീവതാളമോ? എന്നുള്ളിൽ പൂത്തുലഞ്ഞൊരു ചില്ലയിൽ ചേക്കേറാൻ വന്നണഞ്ഞുവോ? മഞ്ഞുനീർത്തുള്ളി തൊട്ടുണർത്തുന്ന ചെമ്പനീർ പൂവു പോൽ എന്റെ നെഞ്ചോരമിന്നിതൾ ചൂടി നിന്റെ മൂക്കരാഗം. മധുഹേമന്തം പുണരുന്ന പൊന്നോമൽ തുമ്പി, പൂക്കൈത ചെണ്ടു പോലൊരു പെൺകൊടി, നീ എന്റെ ജീവതാളമോ? എന്നുള്ളിൽ പൂത്തുലഞ്ഞൊരു ചില്ലയിൽ ചേക്കേറാൻ വന്നണഞ്ഞുവോ? നിറതിങ്കൾ കുളിരോലും എൻ മോഹപ്പൂഞ്ചിറകിൽ നറുനീലോൽപലമായി ഇനി എന്നും പൂവിടുമോ? മാഗന്ധത്തളിരുണ്ണും പൊൻരാഗപ്പൂങ്കുയിലേ, ഇനി ആരാഗം നീ എൻ കാതിൽ മൂളിടുമോ? കാമിനി നീ എന്റെ സ്വന്തമല്ലേ? ചെണ്ടു പോലൊരു പെൺകൊടി, നീ എന്റെ ജീവതാളമോ? എന്നുള്ളിൽ പൂത്തുലഞ്ഞൊരു ചില്ലയിൽ ചേക്കേറാൻ വന്നണഞ്ഞുവോ?
കുനുകൂന്തൽ നടമാടും നിൻ തൂവൽ പൂങ്കവിളിൽ വരസന്ധ്യാംബരമേ ഒരു മുത്തം നൽകും ഞാൻ. ചെല്ലക്കാതര നീ വന്നൻ കണ്ണേ കളനാദമുതിരുന്ന പൊൻവീണയല്ലേ പൂക്കൈത ചെണ്ടുപോലൊരു പെൺകൊടി നീ എന്റെ ജീവതാളമോ എന്നുള്ളിൽ പൂത്തുലഞ്ഞൊരു ചില്ലയിൽ ചേക്കേറാൻ വന്നണഞ്ഞോ മഞ്ഞുനീർത്തുള്ളി തൊട്ടുണർത്തുന്ന ചെമ്പനീർ പൂവ് പോ എന്റെ നെഞ്ചോരം ഇന്നിതൾ ചൂടി നിന്റെ മുഖരാഗം മധുഹേമന്തം പുണരുന്ന പൊന്നോമൽ തുമ്പി. ജീവൻ നീ വിചാരിക്കുന്ന ആളൊന്നുമല്ല. ഹീസ് എ ഫ്രോഡ്. ശരിക്കും ഒരു വിമനൈസർ. ഏയ് അതൊന്നുമല്ല. പുള്ളിക്കാരന്റെ അപ്രോച്ചിലെ ജെനുനിറ്റി ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം. ജെനുനിറ്റി ഉണ്ട. എടി ഡെയിലി ഷർട്ട് മാറ്റും പോലെയാ അവൻ പെണ്ണുങ്ങളെ മാറ്റുന്നേ. ഹരി മൈൻഡ് യുവർ വേർഡ്സ്. ഒരു ആർഗ്യുമെന്റിന് വേണ്ടി പറയാന്നല്ലാതെ യു ഹാവ് എനി പ്രൂഫ്? യെസ് ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. ഹായ് മച്ചൂസ്. എന്തൊക്കെയുണ്ട്? ഞാൻ അറിഞ്ഞു. എന്താടാ മിനു വർഗീസ്? എടാ അതിനൊക്കെ ഒരു നാക്ക് വേണം. ഈ പെമ്പിള്ളേരെന്ന് പറഞ്ഞ ബിരിയാണി ചെമ്പ് പോലെ തുറക്കുന്നതുവരെ നമ്മളിങ്ങനെ കൊതിയോടെ കാത്തിരിക്കും. കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ എടാ ഈ പെമ്പിള്ളേരെ മാനേജ് ചെയ്യുന്ന പറഞ്ഞാലേ മഴയത്ത് റോഡിൽ കൂടി നടക്കുന്ന പോലെ കൊടയും ചൂടണം, ഡ്രസ്സും നോക്കണം, താഴത്തേക്ക് ഒരു കണ്ണും വേണം, അല്ലെങ്കിലേ ഓടയിൽ കിടക്കും. എന്നൊക്കെയാണ് ചിലര് പറയുന്നത്. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. എന്റെ മനസ്സില് പെണ്ണിന് അന്നും ഇന്നും ഒരു മുഖമുള്ളടാ. അതെന്റെ മൈഥിലിയുടേതാ. മരണം വരെ അതിനൊരു മാറ്റമില്ല. എന്റെ മൈഥിലി. അപ്പോഴേ നാളെ എന്താ പരിപാടി? വല്ലതൊക്കെ പ്ലാൻ ചെയ്തോ? വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് റൊട്ടീൻ മാറ്റണോ? നമുക്ക് ഷോപ്പിംഗും ബാസ്കിൻ റോബിൻസും ആയിട്ട് കൂടാം. ഏയ് നോ, ഐ വാണ്ട് സംതിങ് പ്രഷ്യസ്. ജസ്റ്റ് എ ലേക്ക് റൈഡ്. ഇവിടെ നിന്നൊക്കെ മാറി നമ്മൾ രണ്ടാളും മാത്രം. പെണ്ണേറിയ റൊമാൻറ്റിക് ആയല്ലോ. ലേക്ക് റൈഡ് അതെന്റെ ഒരു വിഷ. ഓക്കെ ഗ്രാൻഡഡ് മതിയോ? ഓക്കെ ജീവൻ. ഹലോ ആ ജീവൻ, നീ എവിടെയാ? വാട്ട് അബൌട്ട് ടുമോറോ? വാലന്റൈൻസ് ഡേ ആയിട്ട്. അയ്യോ സോറിടാ, നാളെ ഞാൻ ഭയങ്കര ബിസിയാ. നമുക്ക് വേറെ ദിവസം ഇതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഭയങ്കര തിരക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ ബൈ. ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനം. അതെ ഞാൻ ഇത് കഴിയുമ്പോ ആര് നാട മുറിക്കുന്നത്? നമ്മുടെ സ്വന്തം പഞ്ചായത്തിന്റെ സ്വന്തം പ്രസിഡന്റ് ഗോപാലകൃഷ്ണനുള്ള. അയാളെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ട് നാട മുറിക്കാൻ ഈ നാട്ടിലൊരു മനുഷ്യനെ കിട്ടൂല. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അതെ അയാൾ വരുമ്പോ നോക്കിക്കോ. വന്നല്ലോ അന്തരേ ആളത്തി ആളത്തി. നമസ്കാരം. നമസ്കാരം. സുഖമാണോ? സുഖം, പരമാനന്ദ സുഖം. നമസ്കാരം. നമസ്കാരം സാറേ. കഴിച്ചേ പോവാവുള്ളേ. ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. എന്നാലും ഒന്നൊന്ന് ചെറുതായി നോക്കാം. അത് മതി. താങ്ക് യു. എല്ലാം അടിപൊളി. എന്റെ പഠിച്ചോനെ, മീറ്റർ പലിശക്ക് എടുത്ത് എന്റെ കൊച്ചു തുടങ്ങിയ കടയാ. ഇയാൾ ഇന്ന് എന്നെ കച്ചവടം പൂട്ടിക്കും. ഈ ഇടക്കാലങ്ങളിൽ ഇങ്ങനെ കഴിച്ചിട്ടില്ല. ആന്ധ്രാമാക്രികളെ ഇവിടെ ഇല്ലാത്തൊരു ട്രെൻഡി ഐറ്റം. ഇവിടെ എപ്പോഴും അപ്പവും മുട്ടക്കറിയും ദോശയല്ലേ ഉള്ളൂ. വേറെ എന്താ ട്രെൻഡ്? ഷവർമ ഉണ്ടോ? ഷവർമ ഇല്ല. അപ്പൊ ഷവർമ തന്നെ വേണം.
ഇപ്പൊ എങ്ങനെയുണ്ട് അനിയത്തിക്ക്? ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി വേണമെന്നാ പറഞ്ഞത്. 4 ലക്ഷം രൂപ ഉടനെ അടയ്ക്കണമെന്ന്. ഇപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് എനിക്കറിയില്ല ശിവ. താൻ ടെൻഷൻ അടിക്കാതെ, നമുക്ക് നോക്കാം. പ്ലീസ് ശിവ. പെട്ടെന്ന് സർജറി വേണ്ടി വരും. ഹലോ ഡാ, ഞാൻ പറഞ്ഞ കാര്യം വല്ലതും? ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നടക്കില്ല അല്ലേ ശിവ? I'm sorry, കാവ്യ. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ ഈശ്വര? രാമേട്ടാ കേറുന്നേ, ഒരു കട്ടൻ അടിച്ചിട്ട് പോവാം. കട്ടനും കുട്ടനും ഒന്നും വേണ്ട, നീ വേഗം കടയടച്ച് രക്ഷപ്പെടാൻ നോക്ക്. ഇവിടുന്ന് ഷവർമ കഴിച്ചേ ഒരു ചെറുക്കൻ ഛർദിലും തൂറ്റലുമായിട്ട് ആശുപത്രിയില. ആഫീസിൽ പരാതി കിട്ടി, റെയ്ഡിന് ആളിപ്പങ്ങത്തും. ആരോഗ്യസ്വാമിയാ വരുന്നേ. അയാള് കേറിയ കടയെന്ന് പറഞ്ഞാ നീ വേഗം മുങ്ങിക്കോ. ഓണറാരാ? ഞാൻ ആരോഗ്യസ്വാമി, ഫുഡ് ഇൻസ്പെക്ടർ. ഷവർമ വിറ്റ് ഓർ സ്മാർട്ട് ആയതല്ലേ, പണി പുറകെ വരുന്നുണ്ട്. സർ, ഇന്ന് വന്നാ? സാർ അത് തുറക്കടേ. പ്രശ്നമൊന്നുമില്ല, ഫ്രഷ് തുറക്കടേ. സർ, സർ പ്ലീസ് സർ. കട തുറക്കണ്ട, അടച്ചേക്ക്. സർ, സർ, സർ ഒരു വഴിയില്ലേ സർ? അതൊക്കെ കോടതി പറഞ്ഞാൽ മതി. പഴയൊരു തമാശയുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സ്റ്റഡി ടൂറിനിടെ ഞങ്ങളൊരു കല്യാണം കൂടി. ബ്ലാക്ക് കോട്ടും സൂട്ടും ഇട്ട് ആ ഹാൻസം പയ്യനിലായിരുന്നു ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധ. ആ കക്ഷിയേക്കാളും സുന്ദരനായിരിക്കും എൻ്റെ വുഡ്ബി എന്നായിരുന്നു അന്നെൻ്റെ വീമ്പ് പറച്ചിൽ. അത് കേട്ടൊരു ഫ്രണ്ട് തമാശയായി പറഞ്ഞു,
എന്റെ കഴുത്തിൽ വീഴുന്ന താലി ഏതെങ്കിലും രണ്ടാം കെട്ടുകാരൻ്റെതായിരിക്കുമെന്ന്. ഇന്നിപ്പോ അതാറും പറ്റി. ശ്യാമയുടെ ഓപ്പറേഷനുള്ള പണം തരുമ്പോ നരേന്ദ്രൻ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ നല്ല മനസ്സ്, അങ്ങനെയാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോ എന്തുപറ്റി? ഇനിയുള്ള ലൈഫിൽ കൂടെ ഞാനും വേണമെന്നാ നരേന്ദ്രന്റെ ഡിമാൻഡ്. അതിൽ അയാൾ അഡമന്റാ. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും? സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞ് ഒരാൾ ലൈഫ് വെച്ച് നീട്ടുമ്പോ അതിന് നോ എന്ന് പറയാൻ മാത്രം ഒരു സേഫ് സോണിൽ ഒന്നും അല്ലല്ലോ ശിവ ഞാൻ. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഇങ്ങനൊരു ക്രൈസിസിൽ നീ പെട്ടിരിക്കുമ്പോ 5 പൈസയ്ക്ക് വിലയില്ലാത്ത റിഗ്രറ്റ്സുമായിട്ട് ഇങ്ങനെ നിൽക്കാൻ. ഇതൊക്കെ ഒരു ഫേറ്റ് ആണെന്നുള്ള ക്ലീശയെ വാക്കല്ലാതെ ഞാൻ എന്ത് പറയാനാ? സ്വന്തം അനിയത്തിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചേച്ചിയാടോ? എന്തായാലും ഇത് പറയാൻ നമ്മുടെ ഈ ഫേവറേറ്റ് സ്പോട്ട് തന്നെ സെലക്ട് ചെയ്തത് ഒരു കണക്കിന് നന്നായി. മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായി ഇതെന്നും എൻ്റെ മനസ്സിലുണ്ടാവും. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഓ, ഞാനതങ്ങ് മാറ്റി. ഇപ്പൊ പുതിയ നമ്പറാ. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? പിന്നെ എന്താ പ്രശ്നം? നെക്സ്റ്റ് സൺഡേ എന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക അച്ഛൻ. ഞാൻ ആകെ ടെൻഷനില്ല. സത്യമായിട്ടും? ഇനി എന്ത് ചെയ്യും? നത്തിങ്. ഞാൻ എൻഗേജ്മെന്റ് വരും, വയറ് നിറയെ തട്ടും, പിന്നെ വന്ന പോലെ തിരിച്ചു പോവും. ഓ കം ഓൺ ജീവൻ, ഇനിയെങ്കിലും ഒന്ന് സീരിയസ് ആവൂ പ്ലീസ്. നമുക്കിനി വേറെ വഴിയില്ല. ഞാൻ ഇറങ്ങി വരാം, എല്ലാം ഉപേക്ഷിച്ച്. ഇന്ന് രാത്രി തന്നെ നമുക്ക് ഈ സിറ്റി വിടണം. ഒന്നും പറയണ്ട. ഇന്ന് രാത്രി ജവഹർ നഗർ ജംഗ്ഷനിൽ ഞാൻ കാത്തു നിൽക്കും. ഷാർപ്പ് 8 മണിക്ക് ജീവൻ അവിടെ ഉണ്ടായിരിക്കണം. നീ ചുമ്മാ എടുത്തു ചാടല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഇതൊക്കെ. നോ, ഇനിയൊന്നും ആലോചിക്കാനില്ല. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഐ വിൽ വെയിറ്റ് ഫോർ യു. പണിയായല്ലോ. എന്തുപറ്റി? ഹലോ, പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ മകളുടെ മുറിയിൽ അവളും അവളുടെ ആഭരണം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ 9 മണിക്ക് ജവഹർ നഗർ ജംഗ്ഷനിൽ ചെന്നാ കയ്യോടെ പൊക്കാം. ആരാ നിങ്ങൾ? ഹലോ. അങ്ങനെ ആ ഫയലും ഡിലീറ്റ് ആയി. ഗുഡ് ബൈ മൈഥിലി. ഇതേതാ പുതിയ നമ്പർ? പുതിയ കൊത്താണല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ആരാ ഇത്? ആരാ? ഞാൻ ഐ എം ജീവൻ. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. പറയുന്നേ ഒരു പേരല്ലേ?
ഇത്രയ്ക്ക് വിളിക്കണോ? ഓ വേണ്ടെങ്കി വേണ്ട. അയ്യോ ഞാൻ പറയാം, ഞാൻ മൃദുല മേനോൻ. മൃദുല മേനോൻ കൊള്ളാം. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്നാ? നാളെ. നാളെയോ? പിന്നെന്താ, തനിക്ക് വേണ്ടിയല്ലേ. വന്നിരിക്കും. ഷുവർ. അപ്പൊ നാളെ കാണാം. ലവ് യു. ബൈ. ഹലോ. ഹലോ, വർഗീസ് ഹിയർ. പറയൂ സർ. ആ പറഞ്ഞിരുന്നു. നാളെയോ? ഓക്കെ ഓക്കെ സർ. കള്ള ബെടുവാ. വിളി, അവനെ വിളി. ചെറുക്കൻ ഇവിടുന്ന് രാവിലെ പോയതാ. മാർത്താണ്ഡന്റെ നമ്പർ ഇടരുത്. ഒരു മാരത്തോൺ കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ എത്തുന്നത്. അവിടത്തെ വളവ് കഴിഞ്ഞപ്പോ അവൻ മുങ്ങി. പിന്നെ ഇവിടെയല്ലേ പൊങ്ങൂ. മാറി നിക്കേ. എവിടെയാണെങ്കിലും ഞാൻ പൊക്കും. അൻവറേ, വിളിച്ചു നോക്കാം. ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ പറഞ്ഞില്ലേ അവൻ ഇവിടെ ഇല്ലാന്ന്. ഞാൻ തിരിച്ചു വരും. ചേട്ടാ പ്ലീസ് ഒരൊറ്റ മാസം കൂടി. ഇനി ആ പണി പറ്റില്ല മോനെ. തള്ളേ, ജോലി ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ കാശ് കൊടുത്തത്. ഇപ്പൊ മുതലും ഇല്ല, പലിശയും ഇല്ല. ഇതിനെല്ലാം കാരണം ഷവർമയാ. ഏത് വർമ്മയായാലും കൊള്ളാം, 2 ദിവസം കഴിയുമ്പോ ഞാൻ വരും. എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ എന്റെ പയ്യന്മാര് വരും. വേണ്ട എന്താന്ന് വെച്ചാ അവന്മാര് ചെയ്തോളും. കേട്ടാ? അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഉമ്മ വിഷമിക്കണ്ട, എല്ലാത്തിനും ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഏത് വഴിയായാലും കൊള്ളാം. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി അയാളുടെ ഇടപാട് തീർത്തോളണം. ഹലോ ഹലോ, എടാ പീറ്ററെ, എടാ ഞാനാടാ. എടാ ഞാനൊന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ആ കലിപ്പായി. ഞാനാകെ പെട്ടിരിക്കുക. എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാ ഇത്രയും കാശ് എവിടുന്ന് അറേഞ്ച് ചെയ്യാനടാ? എടാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയേ പറ്റൂ. വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഞാൻ എന്തായാലും നാളെ അവിടെ എത്തും. നീ എന്നെ സഹായിച്ചേ പറ്റൂ. ഓക്കെ, നീങ്ങ വാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. താങ്ക്സ് ടാ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പെട്രോൾ വില വർധനയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു. പകൽ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വന്നിരിക്കും. ഷുവർ. അപ്പൊ നാളെ കാണാം. നാളെയോ? ഓക്കെ ഓക്കെ സർ. എന്റെ കുഞ്ഞു കാലത്തൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത്. ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയുള്ള കടകളെ ഹർത്താലായതുകൊണ്ടായിരിക്കും. ഹർത്താലായതുകൊണ്ട് ഞാൻ ഇമാതിരി ചപ്പട്ട വണ്ടിയും കൊണ്ടുവന്നത്. അല്ലാതെ BMW Q7 കൊണ്ടുവന്നിരുന്നെങ്കിൽ ഹർത്താൽ അനുകൂലികളെ കൊണ്ട് തോറ്റു.
അപ്പൊ സാറിന് ബിസി ഷെഡ്യൂൾ ആണല്ലേ? പിന്നെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ. ഞാൻ ഫുള്ളായിട്ടും നമ്മുടെ ഈ ബിസിനസ് ട്രിപ്പാണ്. ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, കാനഡ. ഫാമിലി ഉള്ളത് ഫ്രാൻസിലാണ്. പിന്നെ എനിക്ക് വേറെ വീടുണ്ട്, ജപ്പാനിലും ഉണ്ട്. ചില സമയത്ത് ഞാൻ ജപ്പാനിൽ ചെല്ലുമ്പോ അവള് പറയും ഞാൻ ഫ്രാൻസിലാ ഉള്ളത്, ഞാൻ ഫ്രാൻസിൽ ചെല്ലുമ്പോ അവള് പറയും അയ്യോ ഞാൻ ജപ്പാനിലാ ഉള്ളത്. പരസ്പരം കണ്ടുമുട്ടാറേയില്ല. അതൊക്കെ വളരെ ചുരുക്കമാണ്. ഒരു ദിവസം ഒരു കോമഡി ഉണ്ടായി. ഞാനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോ എന്റെ മകൻ എന്നോട് പറയാ, ദേ കാശ് കൊണ്ടുവരുന്ന അങ്കിള് വരുന്നമ്മേന്ന്. അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തു, ഫാമിലിയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ആക്കും. അങ്ങനെ ഞാനിപ്പോ ചൈന ദ ബെസ്റ്റ് പ്ലേസ്. ചൈന നല്ല പ്ലേസ് ആണ്, നല്ല സ്ഥലം. അങ്ങനെ അങ്ങോട്ടേക്ക് സെറ്റിൽ ആവാൻ തീരുമാനിച്ചു. വാട്ട് ഈസ് ദിസ്? ബിസ്ക്കറ്റ്. സോറി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. കരോ. എന്നാലും ഓരോ കോ ഇൻസിഡൻസേ. ഞാൻ ബിസിനസ് ടൂറും കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നിങ്ങളെ കാണുക, നമ്മളെല്ലാവരും കൂടി ഒരു യാത്രയും. ഏതായാലും ഭാഗ്യമാ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. അത് ശരിയാ. അപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ചു കാലം കാണുമല്ലോ അല്ലേ? ചില പ്ലാനൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഈ സെലിബ്രേഷൻ സ്ട്രോങ് ആവട്ടെ. കുടിയന്മാർക്ക് ഏറ്റവും കൂടുതൽ കുടിക്കാൻ പറ്റിയ ഒരു ദിവസമുണ്ട്. ഏതാന്ന് പറയാം? അതാണ് ഹർത്താൽ ദിവസം. വാപ്പണർ ഉണ്ട്. ഹർത്താൽ കീ ജയ്. ഇതെന്റെ ചേട്ടനാ. ലാലേട്ടന്റെ സിനിമ വല്ലതുണ്ടെങ്കിൽ എടുത്തിട്ടെ. ചണ്ടുള്ള പടം മതി, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. See you, bye. അപ്പൊ ശരി, ഓക്കെ, കാണാം. കാണാം. ഓക്കെ.
ഓക്കെ ബൈ. ചേട്ടാ ഒരു ചായ. ബെൻസ് വാസു പിടിയിൽ. എടാ പീറ്ററെ, കള്ള, നിന്റെ യഥാർത്ഥ പേര് ബെൻസ് വാസു എന്നായിരുന്നു. ശിവയുടെയും ജീവന്റെ നമ്പറും വാങ്ങിയില്ല. ഇനി എന്ത് ചെയ്യും? ആരെ കാണാനാ? മൂർത്തി സാറിനെ കാണാനാ. അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ അയ്യോ, സാറൊന്ന് തിരക്കിലാണല്ലോ. വൈകിട്ട് അവാർഡ് ഫംഗ്ഷനാ ആ വിൻസർ ഹാളിൽ. അവിടെ ചെന്ന് ചിലപ്പോ കാണാം. ഹലോ. ഹേയ്, ഐ ആം ഇൻ എ ടൗൺ. എങ്ങനെ എത്തിയെന്നോ? അതൊരു വലിയ കഥയാ. നേരിട്ട് കാണുമ്പോ പറയാം. പിന്നെ എപ്പോഴൊന്ന് കാണുന്നേ? ഇനി ലേറ്റ് ആയ പിന്നെ ഞാൻ ഷുഗർ പിടിച്ച് കാഞ്ഞു പോവേ. പറ, എപ്പോ, എവിടെ വെച്ച്? ഹേയ് കമോൺ. തന്നെ കാണാൻ എന്ത് ഹർത്താലാടോ? ലെറ്റ്സ് മേക്ക് ഇറ്റ് ടുഡേ. ഷോ, നാളെ വരെ കാത്തിരിക്കാൻ വയ്യ. ഈ സസ്പെൻസ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തൂടെ? Cool, ma'am. Please wait. I request the Honorable Minister for Industries, Shri Tony Oliver, to kindly hand over the KIF Award for the Businessman of the Year to Shri Murthy Raj, who is the chairman of Murthy Group of Companies. Congrats. Thank you. And now I request Shri Murthy Raj to kindly deliver a few words. Friends, ഏതൊരു ബിസിനസ്മാൻ്റെയും ഡ്രീമായ ഈ അവാർഡിന് എന്നെ പരിഗണിച്ചതിന് മൈ സിൻസിയർ താങ്ക്സ്. ഇൻഫാക്ട് ഈ അവാർഡ് എനിക്കുള്ളതല്ല, ഇറ്റ് ഗോസ് ടു മൈ സ്റ്റാഫ്. ശരിക്കും പറയുകയാണെങ്കിൽ ദേ ആർ മൈ റിയൽ ബാക്ക് ബോൺ. 10 വർഷങ്ങൾക്ക് മുൻപ് വെറും 300 രൂപ വാടകയുള്ള ഒരു കുടിസ് മുറിയിൽ നിന്നാണ് എൻ്റെ ഈ ബിസിനസിൻ്റെ ടേക്ക് ഓഫ്. അന്ന് ഞാനൊരു ബിഗ് സീറോ. ഇന്നിപ്പോൾ വെൻ ഐ ലുക്ക് ബാക്ക്, മൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ റെപ്യൂട്ടേഷൻ, ഗുഡ് വിൽ, അത് മാത്രം മതി എനിക്ക്. സോ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ ദിസ് വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. Sir, how do you feel being at the top? Frankly speaking, I'm just scared. I'm just kidding. You look so trendy. വൈഫിനെ കൊണ്ടതില്ലേ? അവളോ? അതും ഇവിടെ. ഈ വൈഫ് എന്ന് പറഞ്ഞാലേ വറീസ് ഇൻവൈറ്റഡ് ഫോർ എവർ എന്നല്ലേ സാറേ? എങ്ങോട്ടാ? മൂർത്തി സാറിനെ ഒന്ന് കാണാൻ. സാറിന് നല്ല ബിസിയാ, നാളെ ഓഫീസിലേക്ക് വരും. പറഞ്ഞു കേട്ടില്ലേ? ആഹാ, ഇതെന്താ രാവിലെ എണ്ണയൊക്കെ ആയിട്ട്? ബാഗൊക്കെ ആയിട്ട് എന്താ ഈ വഴിക്ക്? ഇവിടം വരെ വന്നപ്പോ മാമയൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. കുറച്ച് കാശ് കിട്ടാനുണ്ട്. ചെന്നപ്പോ കക്ഷി സ്ഥലത്തില്ല. 2 ദിവസം വെയിറ്റ് ചെയ്യാന്ന് വെച്ചാ മെനക്കേടാ.
അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് വരണം. കാശെന്ന് പറഞ്ഞാ എന്തോ വരും. ഒരു 8 ലക്ഷം രൂപ വരും. ഭൂമിയുടെ പാടായിരുന്നേ. എടീ സൈനവാ, സൈനവാ, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഒന്നിങ്ങ് വന്നേ മാമി. നിങ്ങൾ എന്തിനാ ഈ കിടന്ന് കീർണേ? നോക്കിയേടി ആരാ വന്നിരിക്കുന്നതെന്ന്. എത്ര കാലമായടാ മോനെ നീ ഈ വഴിയൊക്കെ വന്നിട്ട്. ശരിയാ മോനെ, മാമൻ എന്നും പറയാറുണ്ട് നിന്റെ കാര്യം. അതിനെന്താ മാമി, 4-5 ദിവസം ഞാനിവിടെ ഉണ്ടല്ലോ. നിങ്ങളെയൊക്കെ ശരിക്കൊന്ന് സ്നേഹിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. കുറേ കാലമായി ആരെങ്കിലും ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ചിട്ട്. നീ അവൻ എന്തെങ്കിലും കഴിക്കാനെടുത്തു. അതെ അതെ, കഴിക്കാൻ ഞാൻ ഇപ്പൊ തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. മാമി ദോശ. ഓ മാമി ദേ വരുന്നു മോനെ. ഇപ്പൊ ഭയങ്കര വിശപ്പ്. ഇതുകൂടി കഴിക്കും മോനെ. അയ്യോ കരിഞ്ഞു. ഈ കരിഞ്ഞതൊക്കെ മതി അവന്. പിന്നെ എന്റെ പെങ്ങൾക്ക് നല്ല സുഖമാണല്ലോ അല്ലേ? ഓള് മരുന്നൊക്കെ ശരിക്കും കഴിക്കണുണ്ടല്ലോ അല്ലേ? ഏത് നോക്കിക്കോണം, കാലം കുറെ ആയി ഓളെ ഒന്ന് കണ്ടിട്ട്. ചിലപ്പോ അടുത്ത ആഴ്ച ഞാൻ അതുവഴി ഒന്ന് ഇറങ്ങും. ഇറങ്ങും ഇറങ്ങും ഇറങ്ങുമെങ്കിലേ നിങ്ങളുടെ കാര്യം ഞാൻ വിട്ടു. പറയുമ്പോ നാത്തൂന, പക്ഷെ ഓളുടെ കയ്യിലിരിപ്പ്. അവിടെ ജീരകമുള്ള ഇരിപ്പുണ്ടാടി. തല്ലല്ലേ. സൈനബ ഇല്ല, ഞാൻ പോവില്ല. സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, ഞാൻ പോവില്ല. ഉമ്മ എപ്പോഴും പറയും മാമനും മാമിയും തമ്മിൽ നല്ല ബന്ധമാണ്, നല്ല അടിയുറച്ച ബന്ധം അല്ലേ? കേരള ഇൻഡസ്ട്രിയൽ ഫെഡറേഷന്റെ ഈ വർഷത്തെ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് മൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ശ്രീ മൂർത്തിരാജൻ സമ്മാനിച്ചു. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മൂർത്തിരാജ്. അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. മിസ്റ്റർ ദേവ് പറഞ്ഞുകൊണ്ടാണ് തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സോ യു ജോയിൻ ടുമോറോ ഇറ്റ്സെൽഫ്. ഷുവർ സർ. അപ്പോൾ ഇവിടെ ആവുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺവീനിയൻസും ഉണ്ടാവും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സർ ടീ. സർ ഇയാളെന്താ ഇവിടെ? പുതിയ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തോ?
ചെയ്തു. എന്തേ? എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം സാർ. ലീവോ? എനിക്ക്. അപ്പൊ താൻ ലീവ് എടുത്ത പിന്നെ ഇവിടുത്തെ ഡ്രൈവർ ജോലിയും പ്യൂൺ ജോലിയും ആരാ ചെയ്യാൻ പോകുന്നത്? അല്ല സാർ, വലിയ പ്രശ്നമാണ് വീട്ടിൽ. എനിക്ക് തന്റെ പ്രയാസം എനിക്കറിയണ്ട. പോയെ ലീവ്. സാർ, ചൈനയിൽ ഇപ്പൊ മഴയൊക്കെ ഉണ്ടോ? എന്തൊക്കെയായിരുന്നു? ഇറ്റലി, ജപ്പാൻ, ചൈന. പൊന്നനിയ ശവത്തി കുത്തരുത്, ജീവിച്ചു പോട്ടെ. അപ്പൊ ഇവിടുത്തെ ഡ്രൈവറാണല്ലേ? അതെ. എന്നിട്ട് കോട്ടും സ്യൂട്ടും കണ്ണാടിയൊക്കെ? അയ്യോ, അതല്ല, മൂർത്തി സാറിന്റെ ഡ്രസ് അതിനകത്ത് വെച്ചിരുന്നു. ആവേശം കൊണ്ടെടുത്തിട്ടതാ. സ്വന്തമായിട്ട് ഒന്നുമില്ലേ? അണ്ടർവെയർ മാത്രം സ്വന്തം. പുറത്ത് പറയരുത് പ്ലീസ്. സോ വി വിൽ മീറ്റ് സൂൺ. ഓക്കെ? നമ്മുടെ പ്രോജക്ട് ഷെഡ്യൂൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കി എല്ലാവർക്കും മെയിൽ ചെയ്യണം. ഓക്കെ? ഷുവർ സർ. സോ വിഷ് ഹ്യൂജ് സക്സസ് ഫോർ എ ന്യൂ വെഞ്ചർ. റൈറ്റ്? മേ കം ഇൻ സർ? യെസ്, കം ഇൻ. സർ, വിവേക്, കേരള ടൈംസ്. ഇരിക്കൂ. താങ്ക് യു സർ. ഷേർലി, ഒരു ഹാഫ് ആൻ അവർ എനിക്ക് കോൾസ് ഒന്നും കണക്ട് ചെയ്യണ്ട. ഓക്കെ? ഏത് പത്രം എന്നാ പറഞ്ഞത്? കേരള ടൈംസ്. യാ, ടെൽ മീ. ഞാൻ വന്ന കാര്യം പറയാം. ഞാൻ റിപ്പോർട്ടറും അല്ല, ഒരു കോപ്പും അല്ല. വാട്ട് ഡു യു മീൻ? സമയങ്ങളേതാ, കാര്യം പറ. ഞാൻ വന്നത് സാറിന് ഒരു സിനിമ കാണിക്കാനാ. സിനിമയോ? എന്ത് സിനിമ? ക്ലൈമാക്സ് മാത്രമുള്ളൊരു സിനിമ. സംഗതി അല്പം ഹോട്ടാ. കൊച്ചു കാറിലെ. തനിക്ക് എന്താ വേണ്ടത്? തല, ഗാന്ധി തല. എത്രയാ വേണ്ടത്? അപ്പൊ വണ്ടി റൂട്ടിൽ കയറി 5. 5 കോടിയോ? ഹേയ്, 5 ലക്ഷം. ബാക്കി 95 പിന്നെ. സമയം പോകുന്നു. താങ്ക് യു സർ. പക്ഷെ ഈ നഗരത്തിലോട്ട് സേഫ് അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് അരമണിക്കൂറുള്ളിൽ ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ രഹസ്യങ്ങളെല്ലാം പോലീസിനും മീഡിയയ്ക്കും എക്സ്പോസ് ചെയ്യാനുള്ള എൻ്റെ ആൾക്കാർ പുറത്തുണ്ട്. പിന്നെ സാറൊരു സ്പോർട്സ് ചാമ്പ്യൻ ആണെന്നൊക്കെ ഞാൻ ഫീച്ചറിൽ വായിച്ചു. പക്ഷേ ഇക്കാര്യത്തിലൊരു ഹൈ ജമ്പ് അത് വേണ്ട സാറേ. കലാശക്കൊട്ട് എങ്ങനെ എവിടെ വെച്ച് ഞാൻ വഴി അറിയിക്കാം. സോ ഹാവ് എ ഗുഡ് ഡേ സർ. എന്തായി? എത്താറായോ? ഹോസ്പിറ്റലിലോ? ആര്? ക്ലോസ് ഫ്രണ്ടാ? അപ്പൊ ഇനി ഒരുപാട് വൈകുമല്ലോ. നമുക്ക് നാളെ കണ്ടാലോ? നാളെയോ? ഇല്ല, ഞാനിന്ന് റൂം വെക്കേറ്റ് ചെയ്യും. നാളെ ഉറപ്പായും കാണാം. ഷുവർ ആണോ? നാളെ എപ്പോ? ഞാൻ വിളിക്കാം. ഓക്കെ. ശിവ, ശരിക്കും പറഞ്ഞ ഞാനിപ്പോ വല്ലാത്തൊരു ക്രൈസിസിലാണ്. വളരെ കഷ്ടപ്പെട്ട് എന്റെ കമ്പനിക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഗുഡ്വിൽ അത് സ്പോയിൽ ചെയ്യാൻ ഒരുത്തൻ ട്രൈ ചെയ്യുന്നു. ഇൻഫാക്ട് എ കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ്. ആരാ സാർ അത്?
വിവേക് എന്നൊരുത്തൻ. ഐ നോ ഇറ്റ്സ് എ ഫേക്ക് ഐഡന്റിറ്റി. അവന്റെ ഉദ്ദേശം മണി അല്ലാതെന്താ? എത്രയാ സർ? 1C 5 കൊടുത്തു. ബാക്കി സർ പോലീസിനെ ഇൻഫോം ചെയ്താലോ? നോ, അങ്ങനെയായാൽ മീഡിയ ഇഷ്യൂ അങ്ങ് ഹൈജാക്ക് ചെയ്യും. നമ്മുടെ കമ്പനിയെ ബാധിക്കുന്ന ചില ബിസിനസ് സീക്രട്സ് അത് ആ വിവേകിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മൂവ് നടത്തിയാൽ നമുക്ക് തന്നെ ഹെഡേക്ക് ആവും. ഐ നീഡ് എ ഷോർട്ട് കട്ട് സൊല്യൂഷൻ. ഷോർട്ട് കട്ട്. സർ ഞാനെന്താ ചെയ്യണ്ടേ? നമ്മൾ കാശ് കൊടുക്കുന്നില്ല, പക്ഷേ ശിവ അവിടെ ചെല്ലണം. മെമ്മറി കാർഡ് തിരികെ വാങ്ങണം. ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യണം. അവനെ സാർ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ എന്താ പേടിയുണ്ട്? അതല്ല സാർ. പിന്നെ തന്നെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യിക്കാൻ ഞാൻ അത്ര ക്രൂവൽ ഒന്നുമല്ല. കമ്പനിയുടെ ബ്രാൻഡ് നെയിം, റെപ്യൂട്ടേഷൻ പോവാൻ പറ. വീണ്ടും സീറോയിലോട്ട് ചുരുങ്ങാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. പക്ഷേ എന്റെ സ്റ്റാഫ്സ്, അവരുടെ ഫ്യൂച്ചർ, അതൊക്കെ ഓർക്കുമ്പോ വരുന്നത് വരട്ടെ. മുങ്ങുന്ന കപ്പലിൽ ഒരു കപ്പിത്താനെ പോലെ ഞാനങ്ങ് ജീവിച്ചോളാം. പണം തന്ന് മോഹിപ്പിക്കാൻ തോന്നണം. ഈ അസൈൻമെന്റ് സക്സസ് ആയാൽ നിനക്ക് തരാൻ പോകുന്നത് 25 ലക്ഷം രൂപ, 25 lakhs. ചങ്കൂറ്റത്തിനുള്ള റിവാർഡ്. ഹേ, യൂസ് യുവർ ബ്രെയിൻ മാൻ. യൂസ് യുവർ ബ്രെയിൻ. Hey. Hello. Hi. Hi. എന്തൊരു നോട്ടോ ഇത്. Did you like me? Really beautiful. ശരിക്കും. കണ്ടത് മനോഹരം. കാണാത്തതോ? എന്നെ കാണാൻ ശരിക്കും സ്ട്രെയിൻ എടുത്തു അല്ലേ? കുറച്ച്. പക്ഷെ ഇപ്പൊ ഇതിനൊരു സുഖമുണ്ട്. ഏയ്, അതൊന്നും വേണ്ട. ഇവിടെ വെച്ച് വേണ്ട. പിന്നെ എപ്പോഴാ? എവിടെ വെച്ചാ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. അതൊക്കെയുണ്ട്. കണ്ടാലുടൻ കെട്ടിപ്പിടിക്കാൻ ഇതെന്താ ഹോളിവുഡ് സിനിമയാണോ? സ്ഥലവും സമയവും ഒക്കെ ഞാൻ പറയാം. ഐ നീഡ് എ കംഫർട്ടബിൾ പ്ലേസ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. എവിടെ വേണമെങ്കിലും ആവും. യു ഡിസൈഡ്.
ഓക്കെ. സർ എന്താ സർ വേണ്ടത്? 1 മിനിറ്റ്. ഓക്കെ സർ. എന്താ ഓർഡർ ചെയ്യണ്ടേ? നോ താങ്ക്സ്. ഇന്ന് ഞാൻ ഇത്തിരി ബിസിയാ. എന്തെങ്കിലും? നോ, ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ? ഓക്കെ. ബൈ. സീ യു. ഹലോ, എന്താ കാവ്യ? എനിക്ക് നിന്നെ ഒന്ന് കാണണം, അർജന്റ്ലി. അർജന്റ് ആണോ? ഓക്കെ, ശരി, കാണാം. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറഞ്ഞതാണ് സത്യം. അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല. She was brutally raped. ഞാൻ നിന്നെ പോലും വേണ്ടെന്ന് വെച്ചത് കാശിന് വേണ്ടിയായിരുന്നില്ല, അവളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. But she's gone. പിന്നീട് ഞാൻ അവളുടെ മൊബൈൽ കണ്ടത്. ഇവന്റെ നമ്പറിലേക്ക് അവൾ അവസാനമായി SMS അയച്ചത്. അവൻ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവന് ഞാൻ മൃദുല മേനോനാണ് എന്റെയും നിന്റെയും ശ്യാമയുടെയും ജീവിതം തകർത്തത്. ജീവ, നീ എന്നോട് കള്ളം പറയരുത്. ഞാൻ ഈ പറയുന്നൊന്നും നിനക്കറിയില്ലേ? പറയാൻ നീ ഇത് എന്തൊക്കെ കോമഡി പറയുന്നേ? എനിക്കൊന്നും അറിയത്തില്ല. അതൊക്കെ പോട്ടെ, ഇതൊക്കെ അന്വേഷിക്കാനേ നിന്റെ അറിയ ശ്യാമ. അപ്പോ നിനക്ക് ശ്യാമയെ അറിയില്ല? ശരി, നിനക്കറിയാവുന്ന ഒരാളെ ഞാൻ വിളിക്കാം. ഇത് ശ്യാമയുടെ ചേച്ചി കാവ്യ. ഇപ്പൊ എന്ത് തോന്നുന്നു? കോമഡിയോ അതോ ട്രാജഡിയോ? ഇനി നീ പറ. നമ്പർ മാറ്റിയാൽ പിടിക്കപ്പെടില്ലെന്ന് കരുതിയ നിന്റെ നമ്പറുകളാ തെറ്റിയത്. യു സ്പോയിൽ മൈ ലൈഫ്. ഗുഡ് ബൈ. നിന്റെ പഴയ നമ്പറിലേക്ക് ശ്യാമ അവസാനമായി അയച്ച SMS ആണ്. പക്ഷേ ദൈവം എന്റെ കൂടെയായിരുന്നു. അങ്ങനെ നിനക്ക് ഞാൻ മൃദുല മേനോനായി. അന്ന് ഞാനും മൈഥിലിയും കൂടെ
പകല് മുഴുവൻ കറങ്ങി. വൈകുന്നേരമായപ്പോൾ മൈഥിലിക്ക് മൈഗ്രൈനങ്ങ് കൂടി. അവളെ കോഫി ഷോപ്പിലിരുത്തിയിട്ട് മരുന്ന് വാങ്ങാൻ ഞാൻ റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് ശ്യാമ എന്നെ കണ്ടത്. ജീവൻ, ഇന്ന് ഫ്രീ അല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെയാ? ഒരു അർജന്റ് ഹോസ്പിറ്റൽ കേസാ. അതെ, ഒരു 10 മിനിറ്റ് കേസാ. എന്റെ കൂടെ ഒരു സ്ഥലം വരെ വന്നേ പറ്റൂ. അയ്യോ സോറിടാ, ഇന്ന് പറ്റത്തില്ല. ഞാൻ ഭയങ്കര തിരക്കില്ല. അതാ. അതൊന്നും ഒക്കത്തില്ല. വന്നേ എന്റെ കൂടെ. പ്ലീസ് ശ്യാമ, ഒരാൾ നടക്ക് ജീവൻ. എനിക്ക് പ്ലീസ് 10 മിനിറ്റിന്റെ കാര്യമല്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ട് അർജന്റ് കാര്യമുണ്ട്. അത് കാരണമല്ലേ? ശ്യാമ, ശ്യാമ ജോലിക്ക് പുറമെ പാർട്ട് ടൈം ഇൻഷുറൻസ് അഡ്വൈസറുടെ ജോലി കൂടി ചെയ്തിരുന്നു. 10 ലക്ഷത്തിന്റെ പോളിസി തരാമെന്ന് പറഞ്ഞതനുസരിച്ച് അയാളുടെ വില്ലയിലേക്ക് ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ പോകും വഴിയാണ് ശ്യാമ എന്നെയും കൂട്ടിയത്. നീ പോയിട്ട് വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? ആരുമില്ലേ? ഒരു വീഡിയോ എടുക്കാം. എന്താ ശ്യാമേ? ശ്യാമേ, നീ വേ പോ. പിന്നീട് ഞാൻ ശ്യാമയെ കണ്ടിട്ടേയില്ല. കോണ്ടാക്ട് ചെയ്യാനും ശ്രമിച്ചില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്, ഞാനല്ല അവളുടെ മരണത്തിന് ഉത്തരവാദി. സർ, ഓക്കെ സർ, ഞാൻ എത്തിയേക്കാം ഉടനെ സർ. ശരി സർ, ഓക്കെ. മൃദുല മേനോനെ നീ കണ്ടല്ലോ. നീ തൽക്കാലം തിരിച്ചു പോകുന്നില്ല. വെയിറ്റ്, ഐ വിൽ കോൾ യു. ഐ നീഡ് ദ റൈറ്റ് ആൻസർ. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആളെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക ഫോർ എ സേഫ് ഓപ്പർച്യൂണിറ്റി. ലുക്ക് ശിവ, ഇനിയുള്ള ഓരോ നിമിഷവും വളരെ വളരെ വിലപ്പെട്ടതാണ്. സോ എത്രയും പെട്ടെന്ന്. ഓക്കെ സർ, ഇറ്റ് വിൽ ബി ഡൺ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ.
നിന്റെ ചേട്ടനെ കൊന്നവന് വേണ്ടി തന്നെ നീ കൂലിപ്പണിയുന്നത്. എന്റെ ചേട്ടനെ കുറിച്ച് അയാൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ചേട്ടനൊരു യാത്ര പോയി അയാളെന്നോട് പറഞ്ഞത്. ചേട്ടനെ വിളിച്ചപ്പോഴൊക്കെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഞാൻ സംശയിച്ചതുമില്ല. ശിവ, ശരിയായ ഉത്തരം പറയാൻ ഒരാൾക്കേ കഴിയൂ. ഞങ്ങളുണ്ടടാ. പറയടാ.
അന്നെന്താ സംഭവിച്ചത്? ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. ശ്യാമ, വാ, come in. ഹായ് സർ. ഹായ്. സർ, ഇതൊന്ന് സൈൻ ചെയ്താൽ. ഫോമില് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. സാറ് ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട്. ഇപ്പൊ തന്നെ ലേറ്റായി. എന്തിനാ ഇത്ര ഹറി? ലേറ്റായ ഞാൻ ശ്യാമെ ഡ്രോപ്പ് ചെയ്യില്ലേ? ഒരു വീഡിയോ എടുക്കാം. സർ, അല്ല, ഞാനിപ്പോ എവിടെ സൈൻ ചെയ്യണ്ടേ? സർ, ഇവിടെ. ഇവിടെ ആയാലോ? വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പെൺകുട്ടികളായ നീ ആരാടാ ചോദിക്കാൻ? പറഞ്ഞു വിടരുത് അജിത്തെ, വിടേ. ആരും അറിയാതെ, ഒരു തെളിവ് ശേഷിക്കാതെ ബോഡി കത്തിച്ചു കളയാൻ മൂർത്തി സാർ എന്നോട് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം ജീവനെയായിരുന്നു. ശ്യാമയുടെ നാട്ടിൽ ഒരു പക്ഷെ അവനെ കണ്ടേക്കുമെന്ന് കരുതി ഞാനൊരു ടീമിനെ അങ്ങോട്ട് അയച്ചു. യെസ്, അവൻ തന്നെ. കമോൺ, വണ്ടി എടുക്ക്. ഒടുവിൽ എന്റെ ആൾക്കാർ ജീവനെ കണ്ടെത്തിയെങ്കിലും ആ അറ്റംപ്റ്റ് പരാജയപ്പെട്ടു. അപ്പോ ചേട്ടനെ കുറിച്ച് ഓഫീസിൽ ആരും അന്വേഷിച്ചില്ലേ? ദേവ ലീവിലാന്ന് മൂർത്തി സാർ തന്നെ ഓഫീസിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ദേവയ്ക്ക് ബന്ധുവായി നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സാറിന് അറിയാമായിരുന്നു. ശിവയെ ഓഫീസിൽ വരുത്തിയതും മൂർത്തി സാറിന്റെ ബുദ്ധിയായിരുന്നു. അപ്പോ എനിക്ക് ജോലി തന്നത് അതൊരു ട്രാപ്പായിരുന്നു. സൂത്രത്തിൽ തന്റെ ഇഷ്ടക്കാരനാക്കിയിട്ട് ആരും അറിയാതെ നിങ്ങളെ ഇല്ലാതാക്കിയായിരുന്നു സാറിന്റെ ലക്ഷ്യം. ഇയാളെ കൊല്ലാൻ നിങ്ങളെ തന്നെ അയച്ചത് കേസിൽപ്പെടുത്തി അകത്താക്കാനായിരുന്നു. അതോടെ ആ തലവേദന തീരുമെന്ന് സാറ് കരുതി. എന്നിട്ട് പിന്നെ ശ്യാമ ഓഫീസിൽ വന്നില്ലേ? ഇല്ല. പെൻഡിങ് സാലറിയും ഡ്യൂസും കിട്ടാൻ വേണ്ടി ശ്യാമ കോണ്ടാക്ട് ചെയ്തെങ്കിലും ദേഷ്യം കാരണം സാറത് മൈൻഡ് ചെയ്തില്ല. ശ്യാമ തന്നോട് ഇതൊന്നും ഷെയർ ചെയ്തില്ലേ? ഇല്ല, അവളൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ജീവനുമായുള്ള അഫയറിന്റെ കാര്യം പോലും. പിന്നെന്താ സംഭവിച്ചത്? ശമ്പള കുടിശ്ശിക വാങ്ങാൻ ബ്രാഞ്ച് ഓഫീസിൽ എത്തണമെന്ന് ശ്യാമയെ ഒഫീഷ്യലായി അറിയിച്ചു. എക്സ്ക്യൂസ് മീ. യെസ്. ഓപ്പൺ ഇറ്റ് പ്ലീസ്. പ്ലീസ്, എന്നെ ഉപദ്രവിക്കരുത്. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് കാറോടിച്ചു വന്നതേ നിനക്ക് വേണ്ടി തന്നെയാ. സ്റ്റാഫിനെല്ലാം ഇല്ലാത്ത അവധിയും കൊടുത്ത് ഞാൻ ഈ എഫേർട്ട് മുഴുവൻ എടുത്തത് പിന്നെന്തിനാ? ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും ഒന്നും അറിയില്ല. എന്താന്നറിയില്ല, നിന്നെ കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ്. എങ്ങോട്ടാടി നീ ഓടുന്നേ? ഇവിടെ നിന്ന് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചു?
നിന്നെ ഞാൻ എന്റെ ഒരു കയ്യബദ്ധത്തിന്റെ വിറ്റ്നസ് ആണ് നീ. അപ്പൊ നിന്നെ എനിക്ക് ഇല്ലാതാക്കിയേ പറ്റൂ. സോ ഐ എം സോറി ബേബി. അജിത്, ഇവിടെ കൊണ്ടങ്ങ് തള്ളിയേക്ക്. നിക്ക്. ഇത് ശ്യാമയുടെ മൊബൈൽ. ഈ SMS ആ ജീവന്റെ മൊബൈലിലേക്ക് ചെന്ന് കഴിഞ്ഞ പിന്നെ എല്ലാ കുറ്റം അവന്റെ തലയിലാവും. ഇവന്റെ നമ്പറിലേക്കാ അവൾ അവസാനമായി SMS അയച്ചത്. ഇത് അവളുടെ മുമ്പ് വലിച്ചെറിഞ്ഞേക്ക്. പിന്നെ ഇവിടെ ഹോസ്പിറ്റലാക്കണം. എന്നിട്ട് വീട്ടുകാരെ വിളിച്ചറിയിക്കണം ആക്സിഡന്റ്. ഓക്കെ ചെല്ല്. നിഴലും നിലാവും ഒരു മനസ്സായി നിറഞ്ഞൊരീരാവ് പലരും തരാത്ത മധുരവുമായി വരുന്നു ഞാൻ ചാരേ
നിഴലും നിലാവും ഒരു മനസ്സായി നിറഞ്ഞൊരീരാവ് പലരും തരാത്ത മധുരവുമായി വരുന്നു ഞാൻ ചാരേ കുക്കൂ. മയൂരമായി വിരിഞ്ഞൊരൻ മനം ഈ നേരം ഒരായിരം കരങ്ങളാൽ ഒരാൾ നേടുന്നിതാ നിശതീര വഴിയോരം ഈ താഴപ്പൂവിൽ ആരും കാണാത്തീരും നേടി വിരിമാറത്ത് മറുകുള്ള താരാമ്പര നിഴലും നിലാവും ഒരു മനസ്സായി നിറഞ്ഞൊരീരാവ് പലരും തരാത്ത മധുരവുമായി വരുന്നു ഞാൻ ചാരേ. Are you okay? Come on. Okay. Wow. Baby, your selection is excellent. Awesome. Thank you. Please. Let me have something for you. Sure. Sweet like you. Smells so nice. ധൃതി വെക്കാതെ. Wait.
ഓക്കേ ഓക്കേ. അല്ലെങ്കിലും ഈ പെണ്ണും മദ്യമൊക്കെ പതുക്കെ പതുക്കെ എൻജോയ് ചെയ്യാനുള്ളതാ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. Make it fast. നിന്റെ ഫേസിന്റെ സൗന്ദര്യം. ഓക്കേ, കം കം കം. അവിടെയല്ല, കം. എവിടെ ഇരുന്നാൽ എന്താ? ഇവിടെ. എന്താ സൗണ്ട്? അത് ക്ലോക്ക്. ഏയ്, ഇവരൊക്കെ എന്താ ഇവിടെ? എന്റെ ഫ്രണ്ട്സാ, വെറുതെ ഒരു കമ്പനി തരാൻ വന്നതാ. അപ്പോ എല്ലാരും കൂടി ചേർന്ന് എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നല്ലേ? അതേടാ, ഇതൊക്കെ നിനക്ക് വേണ്ടി ഒരുക്കിയതാ. നീ ഇരിക്കുന്ന ഈ ചെയർ പോലും ഒക്കെ നിന്റെ കാശ. ഇറ്റ് വാസ് ടു ഹാച്ച് യുവർ ട്രാപ്പ്. പേടിക്കണ്ട, അതൊരു ചെറിയ ടൈം ബോംബാ. താനൊന്നും അനങ്ങിയാ ഇതങ്ങ് പൊട്ടും. ഇനിയൊന്ന് മുള്ളണമെങ്കിൽ പോലും തനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റും. എന്റെ അനിയത്തിയുടെ ലൈഫ് കൊണ്ട് നീ ഒരു ഗെയിം കളിച്ചതല്ലേ? ഇതതിനുള്ളൊരു ട്രോഫിയാ. ചത്തിട്ടാ സാധാരണ കുളിപ്പിക്കാറ്. തന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ, കുളിപ്പിച്ചിട്ടാ അയക്കുന്നേ. മൂർത്തിരാജ് എന്ന തേർഡ് റേറ്റിന് ഇനി 10 മിനിറ്റേ ഭൂമിയിൽ ആയുസുള്ളൂ. നോ ശിവ, വേണ്ട വേണ്ട ശിവ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എത്ര കാശ് വേണമെങ്കിലും തരാം. പറ, എന്നെ രക്ഷിക്കണം. എത്ര വേണമെന്ന് പറ. 5 കോടി, 10 കോടി, എന്റെ സമ്പാദ്യം മുഴുവൻ തരാം. പ്ലീസ് പ്ലീസ് ശിവ. This is your destiny and you deserve it. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെടാ. ശിവ, എന്നെ രക്ഷിക്കണം. എന്നെ കൊല്ലരുത് ശിവ. ശിവ, 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 എന്നെ കൊല്ലരുത് ശിവ, ശിവ. അവൻ ചത്തോ? ഇപ്പൊ ചത്തു. ശിവ, Let me say, at the risk of seeming ridiculous, that the true revolutionary is guided by great feelings of love. Che Guevara. പൂക്കൈത ചെണ്ടു പോലൊരു പെൺകൊടി, നീ എന്റെ ജീവതാളമോ. എന്നോട്
പുത്തുലഞ്ഞൊരി ചില്ലയിൽ ചേക്കേറാൻ വന്നണഞ്ഞുവോ? മഞ്ഞുനീർത്തുള്ളി തൊട്ടുണർത്തുന്ന ചെമ്പനീർ പൂവ് പോൽ എന്റെ നെഞ്ചോരമിന്നിതൾ ചൂടി നിന്റെ മൂക്കരാഗം. മധുഹേമന്തം പുണരുന്ന പൊന്നോമൽ തുമ്പി, പൂക്കൈത ചെണ്ടു പോലൊരു പെൺകൊടി, നീ എന്റെ ജീവതാളമോ? എന്നുള്ളിൽ പൂത്തുലഞ്ഞൊരു ചില്ലയിൽ ചേക്കേറാൻ വന്നണഞ്ഞുവോ? നിറതിങ്കൾ കുളിരോലും എൻ മോഹപ്പൂഞ്ചിറകിൽ നറുനീലോൽപലമായി ഇനി എന്നും പൂവിടുമോ? മാഗന്ധത്തളിരുണ്ണും പൊൻരാഗപ്പൂങ്കുയിലേ, ഇനി ആരാഗം നീ എൻ കാതിൽ മൂളിടുമോ? കാമിനി നീ എന്റെ സ്വന്തമല്ലേ? ചെണ്ടു പോലൊരു പെൺകൊടി, നീ എന്റെ ജീവതാളമോ? എന്നുള്ളിൽ പൂത്തുലഞ്ഞൊരു ചില്ലയിൽ ചേക്കേറാൻ വന്നണഞ്ഞുവോ? കരവലയക്കൂട്ടിനുള്ളിൽ നിന്മാറിൽ പടരാൻ ഒരു മല്ലീലതയായി ഇനി എന്നും പൂക്കും ഞാൻ. കുനുകൂന്തൽ നടമാടും നിൻ തൂവൽ പൂങ്കവിളിൽ വരസന്ധ്യാംബരമേ ഒരു മുത്തം നൽകും ഞാൻ. താരകമായി മെല്ലെ കണ്ണു ചിമ്മും ചെല്ലക്കാതര നീ വന്നൻ കണ്ണേ, കളനാദമുതിരുന്ന പൊൻവീണയല്ലേ? പൂക്കൈത ചെണ്ടു പോലൊരു പെൺകൊടി, നീ എന്റെ ജീവതാളമോ? എന്നുള്ളിൽ പൂത്തുലഞ്ഞൊരു ചില്ലയിൽ ചേക്കേറാൻ വന്നണഞ്ഞുവോ? മഞ്ഞുനീർത്തുള്ളി തൊട്ടുണർത്തുന്ന ചെമ്പനീർ പൂവ് പോൽ എന്റെ നെഞ്ചോരം ഇന്നിതൾ ചൂടി നിന്റെ മൂകരാഗം. മധുഹേമന്തം പുണരുന്ന പൊന്നോമൽ തുമ്പി,